സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും മറന്നുപോയ മറ്റൊരു കേസിനെ പറ്റിയാണ്. വേറെ ഏതുമല്ല, നാലാഞ്ചിറയിൽ നടന്ന ആ ഒരു സംഭവം. അതിൻ്റെ അകത്തെ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഭർത്താവ് പോയിട്ട് മരിച്ച കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കരുതിയത് അവൻ്റെ കുത്തിക്കഴപ്പാണ്, അവൻ എന്തിനാണ് ഇത് ചെയ്തത്, അവന് വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചിത്രം തെളിഞ്ഞു. കാരണം എന്താ? സ്വന്തം മക്കൾ തന്നെ വന്ന് പറയുകയാണ് അമ്മയാണ് ഇതിനെല്ലാം കാരണം, അമ്മ കാരണമാണ് നമ്മളുടെ കുടുംബം ഇങ്ങനെ ആയത് എന്ന് മക്കൾ തന്നെ പറഞ്ഞപ്പോഴാണ് നമ്മൾ എല്ലാവരും ഞെട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജേഷ് എന്ന് പറയുന്നവൻ പാപമായിരുന്നു. ഈ ഹസീന ബീബി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കുത്തിക്കഴപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അതിന് കാരണക്കാരനായ ഒരുത്തൻ ഉണ്ടല്ലോടെ, അവനെ എന്ത് ചെയ്തു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് അവൻ ഇപ്പോഴും ആ നാട്ടിലൂടെ മറ്റുള്ള ഏതെങ്കിലും ഇനി ഒരു കുടുംബത്തിന്റെ കാര്യവും കൂടി തകർക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവനെതിരെ അവനെതിരെ ഒരു കേസ് പോലും ഇല്ലാത്തത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. അവൻ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബത്തെ തപ്പി ഇറങ്ങിയിരിക്കുക. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് കാമുകന്മാരുണ്ട്, ഒരു ജോലിക്ക് പോലും പോകത്തില്ല. കാരണം ഇവന്മാർക്ക് ജോലി വേണ്ട, അതുപോലെ തന്നെ ഭാര്യമാർ വേണ്ട, ഒന്നും വേണ്ട. വയസ്സ് കുറേ ഉണ്ടാകും, ഒരു 10, 38, 40 വയസ്സായിട്ടും കല്യാണം കഴിക്കുന്നുണ്ടാവില്ല, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടാവില്ല. കാരണം എന്താ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോകണം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയെയും മക്കളെയും പോറ്റണം, ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കണം. ഇതിനതൊന്നും വേണ്ടല്ലോ. ഇതിനെവിടെയെങ്കിലും ഇരുന്ന് ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ആ ഫോണിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങ് സുഖിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. അത് മാത്രവുമല്ല, ഇനിയിപ്പോൾ ഗൾഫുകാരൻ്റെ ഇതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പൈസയും കൊടുക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാരൊക്കെ ചെയ്യുന്ന പരിപാടികൾ ഓരോരോ കുടുംബം തകർക്കുകയാണ്. ഓരോ നാട്ടിലും ഉണ്ടാകും. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമല്ലേ. അതായത് ഇതൊന്നും പുറത്ത് പറയാൻ കഴിയില്ല, പുറത്ത് പറഞ്ഞാൽ നാണക്കേടാണ്. എങ്ങനെയാണ് ഇതൊക്കെ നാലാളെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ നാണക്കേട് എന്നുള്ള തരത്തിൽ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പുറത്ത് പറയാതിരിക്കുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള കുടുംബങ്ങളെ തകർക്കുന്ന ഇവന്മാരെ നമ്മൾ എന്താണ് ചെയ്യുക? എന്തുകൊണ്ടാണ് ഇവന്മാരെ ഒന്നും പിടിച്ച് തുറുങ്കിലടയ്ക്കാൻ കഴിയാത്തത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഈ സ്ത്രീയുടെ 4 മക്കളെ അനാഥരാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമുണ്ട്, ഈ സ്ത്രീക്ക് എന്താ ഓർമ്മയില്ലേ ഭർത്താവും 4 മക്കളും ഉള്ളത്? ഉണ്ട്, ഓർമ്മയുണ്ടാകണം, അവർക്കും ഓർമ്മയുണ്ടാകണം. നമ്മൾ ഒരാളെ മാത്രമല്ല പറയുന്നത്, ഈ 2 പേരെയുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പലരും എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ നടത്തുന്ന പരിപാടികളുണ്ട്. അതുപോലെ തന്നെ രാത്രി വൈകുവോളം സംസാരിക്കുന്ന ചില കാമുകന്മാരുണ്ട്. ഭർത്താവും മക്കളും ഉറങ്ങിക്കിടക്കുമ്പോൾ പോയിട്ട് കാമുകനോട് സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഭാര്യയും മക്കളും ഉറങ്ങിക്കിടക്കുമ്പോൾ കാമുകിയോട് പോയിട്ട് സംസാരിക്കുന്നവരുണ്ട്. പിന്നെ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ഇപ്പോഴെല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതല്ലേ, അതായത് വേണ്ടുന്നവൻ പൊയ്ക്കോറ, ആരാ വന്ന് നോക്കുന്നു എന്നുള്ള തരത്തില്. അതായത് പണ്ടൊക്കെ ഒരു ഭയമെങ്കിലും ഉണ്ടായിരുന്നു, നാട്ടുകാർ കാണുമോ അല്ലെങ്കിൽ പോലീസ് റെയ്ഡ് ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയമെങ്കിലും ഉണ്ട്. ഇന്ന് അതുമില്ല. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോകാം, കാറിലായാലും എവിടെയായാലും ഇമാതിരി കോപ്രായങ്ങളും പരിപാടികളും നടക്കാം. കുറച്ചു കാലം മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒരു പ്രവാസിയുടെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് ഒരുത്തം വന്നതാണ്. നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവനെ അങ്ങ് വളഞ്ഞു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങ് രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് പോയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ജീവനൊടുക്കി. കാരണം എന്താ? ചോദിച്ചപ്പോൾ പറയുന്നത് നാട്ടുകാർ വന്ന് ചോദ്യം ചെയ്തു. അതായത് ഗൾഫിൽ അധ്വാനിക്കുന്ന ഭർത്താവുണ്ട്, ഇവരെ വിശ്വസിച്ചിട്ട് പണമയക്കുന്ന ഭർത്താവ്. പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ മറ്റൊരുത്തനുണ്ടാവും കൂടാ. അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്ത നാട്ടുകാരെല്ലാവരും കുറ്റക്കാരായി. പിന്നീട് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പേര് കേസായി. കാരണം എന്താ? ചോദ്യം ചെയ്തത് കുറ്റം. ആലോചിച്ച് നോക്കി. ഇങ്ങനെയാണ് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ പരിപാടിക്ക് നിൽക്കരുത്. അതായത് നിങ്ങൾക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല, കുട്ടികളെ പോറ്റാൻ താല്പര്യമില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, വീട്ടിൽ ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇങ്ങനെയൊന്നും ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത്. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ബിഗ് ബോസ് മറ്റേ എന്താ പറയണ്ടേ സീരിയൽ താരം അവർ കാണുന്നില്ലേ, അവരെത്ര ആളെടുത്താണ് പോകുന്നത്? അവർക്കെന്താ? അവരാദ്യം തന്നെ ഭർത്താവിനെ പിടിച്ച് ഒഴിവാക്കി. അത് കഴിഞ്ഞതിന് ശേഷം അവർ പല ആൾക്കാരെടുക്കും പോകുന്നു. അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ പോയാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതിന് നിൽക്കരുത്. ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളിങ്ങനെ നിൽക്കരുതടോ.
നിങ്ങൾ വേറെ എന്തിനാണ് വെറുതെയെങ്കിലും ഇങ്ങനെ ഈ കല്യാണം എന്ന് പറയുന്ന പ്രഹസനത്തിൽ നിൽക്കുന്നത്? അതുപോലെ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പ്രഹസനത്തിന് നിൽക്കുന്നത്? ഒരിക്കലും നിങ്ങൾക്കൊന്നും കഴിയില്ലെങ്കിൽ നിങ്ങൾ നിൽക്കരുത്. കാരണം എന്താ, ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഗഡ്സൊക്കെ വേണം. എന്നാൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അവിടെ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്നും മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനു വേണ്ടിയിട്ടോ നമ്മൾ കടം വാങ്ങിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ടല്ലോ, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഹൃത്ത് ബന്ധങ്ങളാണ്. എവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 സുഹൃത്തുക്കളുണ്ടാവും ഒരാൾക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് പോലും പറയാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ചില സ്ത്രീകൾ സുഹൃത്തുക്കളോട് പോയിട്ട് പറയുന്നത്. അതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തിനാണ്, അതൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? അവനൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് മുതലെടുക്കുകയാണ് ചെയ്യുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുത്തിക്ക് പോലും കഴിയാറുമില്ല. ഇപ്പോഴീ ഹസീന ബീവി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ച എന്താ, അവനോടുള്ള അടങ്ങാത്ത പ്രണയം തന്നെ. അവനെ വേണം, അവൻ്റെ കൂടെ പോകണം എന്നുള്ള അടങ്ങാത്ത ഇത് തന്നെ. ആ 4 മക്കളുടെ മുഖം പോലും ഓർക്കാതെ ഈ സ്ത്രീ അവന് വേണ്ടിയിട്ടാണ് പിന്നീട് അവസാനമായി വാദിച്ചത്. എനിക്ക് അവനെ തന്നെ വേണം എന്നുള്ള തരത്തിൽ. എൻ്റെ അഭിപ്രായമാണ്. ആ കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുന്നത്, വിടരുത് മക്കളെ. അതായത് അവനെ വിടരുത്. അവൻ അറസ്റ്റ് ചെയ്യുന്നത് വരെ, അതായത് അവനെ എന്നാ പറയേണ്ടത്, തുറുങ്കിലടക്കുന്നത് വരെ നിങ്ങൾ പോരാടണം. അതാ വേണ്ടത്. നിങ്ങളുടെ കുടുംബം നശിപ്പിച്ചവനാണ്. നിങ്ങളുടെ കയ്യിലില്ലേ അവനെ വേണം എന്ന് നിങ്ങളുടെ തള്ള പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലില്ലേ? അപ്പോൾ അവൻ്റെ മൊബൈലിലും ഉണ്ടാവില്ലേ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെ പല കുടുംബങ്ങളിലും നുഴഞ്ഞു കയറുന്ന പല സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെ നിങ്ങൾ നമ്പരുത്. ഇതിപ്പോഴും ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഇപ്പോഴും നെഞ്ചു വിരിച്ച്, അല്ലെങ്കിൽ അവൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നാടിലൂടെ ഞാനെന്തോ ഒരു വലിയ കേമനാണ് എന്നുള്ള തരത്തിൽ അവൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ മൂന്നാമനായ ആ എരപ്പയെ അവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അവനൊക്കെ അറിയാം ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. കാരണം എന്താ, ഏതെങ്കിലും ഊച്ചാളി രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരിക്കും ഇവനൊക്കെ. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കാൻ അവരുണ്ടാകും. ഇവിടെ അങ്ങനെയാണല്ലോ ഇപ്പോഴേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഊച്ചാളികളെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംരക്ഷണം ഭയങ്കരമാണ്. ഇങ്ങനെയുള്ള ടീമിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേരും നല്ല കാര്യങ്ങളൊക്കെ, നീ ചെയ്തത് നല്ല കാര്യമില്ലടാ എന്നുള്ള തരത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഒരുപാട് കുടുംബങ്ങൾ നശിപ്പിച്ച ഇവനെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം കൊണ്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് കൊണ്ടോ തുറന്നു പറയാഞ്ഞതാണ്. പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൂമിലായിട്ടാണ് ഇപ്പോഴും ആൾക്കാർ കിടക്കുന്നത്. എന്താ, ഇതുപോലെയുള്ള അവിഹിതങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അടിച്ചു കയറുകയും പല കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുന്നത് എന്താണ്, ഭർത്താവിന് സംശയമാണെന്ന് ചില ആൾക്കാർ പറയുന്നു. അയാൾ എങ്ങനെ സംശയിക്കാതിരിക്കും? പാതിരാത്രിയോളം എന്ന് പറഞ്ഞാൽ ചാറ്റിങ്ങും ഫോൺ വിളിയും, എങ്ങനെ അയാൾ സംശയിക്കാതിരിക്കും? നന്ദി, നമസ്കാരം. നിങ്ങൾ തന്നെ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി. ബൈ ബൈ.